ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നീട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തുടർന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ ഡെസേർട്ട് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് 250 ml കപ്പിൽ 1.25 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഏലക്കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ടൈമിൽ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ അരിപ്പൊടിയാണ് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അരിപ്പൊടി നമ്മൾ എടുത്തിട്ടുള്ളത് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന, നൂൽപുട്ടിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അല്ലാതെ തരിയോട് കൂടിയുള്ള പുട്ടുപൊടിയല്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു ടൈമിൽ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇപ്പം ഇതിവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മാവുണ്ടല്ലോ, അത് കൈകൊണ്ട് തൊടാവുന്ന പരുവത്തിലുള്ള ചൂടായിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ചൂടാറിയിട്ടല്ല നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുമല്ലോ, ആ ഒരു രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കണം. നമ്മൾ കൈകൊണ്ട് തൊടാവുന്ന പരുവത്തിലാവുമ്പം തന്നെ വേഗം നമ്മൾ കുഴച്ചെടുക്കുക. ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുമല്ലോ, ആ ഒരു രീതിയിൽ തന്നെയാണ്, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമ്മൾ കയ്യിലിത്തിരി ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാടൊന്നും ഗ്രീസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ വളരെ കുട്ടി കുട്ടി ബോൾസാക്കി എടുക്കുക. കണ്ടല്ലോ, ബോൾസ് ആക്കാനൊക്കെ ആർക്കും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. കണ്ടല്ലോ, ഇതേപോലെ ക്രാക്ക് ഒട്ടും ഇല്ലാത്ത രീതിയിൽ നമ്മളൊന്ന് കുട്ടി കുട്ടി ബോൾസാക്കി എടുക്കുക. ബോൾസ് തന്നെ ആക്കണമെന്നില്ല, നിങ്ങൾക്ക് ഏത് ഷേപ്പിലും വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ബാലൻസ് ഉള്ളതൊന്ന് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളിവിടെ ഈ ഒരു വലുപ്പത്തിലുള്ള 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങൾ ശർക്കരേൻ്റെ പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ എടുക്കുക. എങ്ങനെ വന്നാലും നമ്മളെ താല്പര്യം പോലെയാണ് മധുരമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇത്ര തന്നെ മധുരം വേണ്ടെങ്കിൽ കുറക്കാവുന്നതാണ്. ഇതിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര ഇപ്പം നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം ഇവിടെ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ബോൾസ് ഉണ്ടല്ലോ, അത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ബോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ വീണ്ടും ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇട്ട വഴിക്ക് തന്നെ സ്പൂണൊന്നും വെച്ച് ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ 2 വലിയ നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ഇത്തിരി വലുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഴം നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു വലുപ്പത്തിലൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇത്തിരി വലുതായിട്ട് കണ്ടല്ലോ, ഇങ്ങനെയാണ് സെൻറ്ററിൽ ഒരു കട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിലൊന്ന് കുക്കായി വന്നിട്ടുണ്ട്, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുത്തത്. ഇപ്പം ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 250 ml കപ്പിൽ 2 കപ്പ് അളവിൽ തിക്ക് തേങ്ങാപ്പാലാണ്. ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വീണ്ടും പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് കുറുക്കിയെടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ തിളക്കുന്ന വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ തിളച്ച് തുടങ്ങിയാൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഒന്ന് കുറുക്കിയെടുത്ത് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുറുക്കിയെടുത്ത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നന്നായിട്ട് തന്നെ മൊത്തത്തിൽ പിടിച്ച് നിൽക്കുന്ന വിധത്തിൽ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിപ്പോൾ ചൂടാറിയിട്ടുണ്ടാവും. ചൂടാറിയത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കുക. അതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ചൂടാക്കിയ ശർക്കരപ്പാനി ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, കാരണം കണ്ടല്ലോ കരടൊക്കെ ഉണ്ടാവും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട ഒട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് തികച്ചും ഓപ്ഷണലാണ്. മൊത്തത്തിലൊന്ന് മിക്സായി വരാനും വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ്. 1 പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുറുക്കിയെടുക്കുക. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ, ഓവർ അങ്ങോട്ട് കുക്കായി വരണ്ട. ഈ ഒരു രീതിയിൽ മതി. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഇത്തിരി കൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്.
ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെയ്യ് ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കാഷ്നട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ കിസ്മിസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ എടുത്തത് കറക്റ്റ് അളവ് തന്നെ ഇത്ര തന്നെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ കാഷ്നട്ടും കിസ്മിസും റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വെച്ചിരിക്കുമ്പോൾ തന്നെ ഒന്നുകൂടെ ഒന്ന് കുറുകി വരും കേട്ടോ. ഇപ്പോൾ കണ്ടല്ലോ നിങ്ങൾ ഒന്നുകൂടെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരവും എല്ലാതും ബാലൻസ് ചെയ്ത് ഉപ്പൊക്കെ ബാലൻസ് ചെയ്ത് നിന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യാനായി ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ സെർവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, അരിപ്പൊടിയും നേന്ത്രപ്പഴവും വെച്ചിട്ട് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരുപാട് ചിലവുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നുമല്ല, നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. നട്ട്സ് നിങ്ങളെ കയ്യിലുള്ളതുപോലെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുത്തു നോക്കുക. ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമാവാതിരിക്കില്ല, നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻറ്റ്സ് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക്